ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വന്തം മക്കള് ജയിച്ചു നിൽക്കുമ്പോഴേ ഒരമ്മയുടെ മനസ്സ് സന്തോഷിക്കും. തോറ്റു നിൽക്കുമ്പോ ഏതൊരമ്മയ്ക്ക് സന്തോഷിക്കാനാവുക? പ്രകാശും മനോജും അടങ്ങുന്ന സ്വന്തം മക്കളെ മാത്രമല്ല, അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന എല്ലാ നെറികെട്ട മക്കളെയുമാണ് നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നത്. കാലാവധിക്കുള്ളിൽ പണം കൊടുത്ത് തീർത്തില്ലെങ്കിൽ നിങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പണം തിരിച്ചു നൽകാൻ മക്കൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ മാധവൻ നായർ വീണ്ടും കോടതിയെ സമീപിച്ചാൽ പിന്നീട് കേസിന്റെ ഗതി മാറും. ശിക്ഷാ കാലാവധിയും ഇരട്ടിക്കും. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അശോകവർമ്മയുടെ സ്വത്തിനു വേണ്ടി പ്രകാശും മനോജും വക്കീലിനെ ഏൽപ്പിച്ചിരുന്ന കേസിന്റെ വിധിയും ഇതോടൊപ്പം പ്രഖ്യാപിക്കുക. തനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ വേണ്ടെന്ന് വയ്ക്കാൻ ചന്ദ്രിക വർമ്മയ്ക്ക് അവകാശമുണ്ട്. അതിനെ ചോദ്യം ചെയ്യാനോ ആ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനോ മക്കളായ പ്രകാശിനോ മനോജിനോ യാതൊരുവിധ അവകാശവുമില്ലെന്ന് ഇതിനാൽ വിധിച്ചുകൊള്ളുന്നു. ഈ വിധി ഈ നിൽക്കുന്ന ചന്ദ്രിക വർമ്മ എന്റെ അപ്പച്ചിയോ അമ്മയോ ഒന്നും ആയതുകൊണ്ടല്ല. പണത്തോടുള്ള ആർത്തി മൂത്ത് നടക്കുന്ന മക്കൾക്കെതിരെയുള്ള വിധിയ. പൊന്തിച്ചു വരുന്ന വൃദ്ധസദനങ്ങൾ വികസനമൊന്നുമല്ല, മനുഷ്യത്വം പടിയിറങ്ങുന്നതിന്റെ സ്മാരകങ്ങളാണെന്ന് ഓർക്കണം. എന്താ ചന്ദ്രു, കേസിന്റെ വിധി നമുക്ക് അനുകൂലമായിട്ടും നിനക്കൊരു സന്തോഷമില്ലാത്തത്? മാധവേട്ട, സ്വന്തം മക്കള് ജയിച്ചു നിൽക്കുമ്പോഴേ ഒരമ്മയുടെ മനസ്സ് സന്തോഷിക്കും. തോറ്റു നിൽക്കുമ്പോ ഏതൊരമ്മയ്ക്ക് സന്തോഷിക്കാനാവുക? പ്രകാശും മനോജും അടങ്ങുന്ന സ്വന്തം മക്കളെ മാത്രമല്ല, അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന എല്ലാ നെറികെട്ട മക്കളെയുമാണ് നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ മാധവൻ നായർക്ക് തികഞ്ഞ അഭിമാനമാണ് ചന്ദ്രു. ഹലോ, നമ്മൾ വന്നിട്ട് കുറച്ചു നേരമായി. വിക്രം മൗനത്തിലാണ്. എനിക്ക് ബോറായി തുടങ്ങി. അതാണ്, കുറച്ചു നേരത്തെ ഒരാളുടെ മൗനം വരെ ശ്യാമിന്റെ മനസ്സിനെ വിരസമാക്കുന്നു. ശ്യാമേ, കുറെ ദൂരം കുറെ നാളുകൾ ഒരാൾക്കൊപ്പം നടന്നിട്ട് ഒറ്റയ്ക്ക് തിരികെ നടക്കേണ്ടി വരുമ്പോ ചങ്കിലൊരു പിടച്ചിലാണ്. ശ്യാം അനുഭവിച്ചിട്ടുണ്ടോ അത്? സാഹിത്യമോ ഫിലോസഫിയോ ഏതായാലും രണ്ടും കേട്ടിരിക്കാനുള്ള മൂഡില്ല എനിക്ക്. താനെന്തായാലും കാര്യത്തിലേക്ക് വാ. എന്നെ എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത്? ശരി, ഞാൻ കാര്യത്തിലേക്ക് വരാം. വർഷ മരിച്ചിട്ടില്ല.
വർഷ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടും ശ്യാമിനെന്താ ഒരു ഞെട്ടലും വരാത്തത്? വർഷ മരിച്ചെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഞാനത് അറിഞ്ഞിട്ടുമില്ല. പിന്നെ ഞാൻ എങ്ങനെ ഞെട്ടും? വർഷയെ ഞാൻ കണ്ടു. അല്പം കൂടി വ്യക്തമായിട്ട് പറഞ്ഞ എന്റെ വർഷയെ പോലെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. എന്നിട്ട് ഈ ലോകത്ത് ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നത്. എന്നിട്ടും അവളുടെ ഓഫീസ് കണ്ടെത്തി ഞാൻ ഓഫീസിലേക്ക് ചെന്നു. പക്ഷെ വർഷയാണെന്ന് അവൾ സമ്മതിക്കുന്നില്ല. അവളുടെ പേര് അമ്മു എന്നാണത്രേ. വിക്രം എന്ന് പറയുന്ന എന്നെ അവള് ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എന്നോട് യാതൊരു പരിചയവും കാണിക്കുന്നില്ല. ഇത് കേട്ടപ്പോ ശ്യാമിന് തന്നെ ടെൻഷനായി. അപ്പോ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. വർഷ അപ്പോ വിക്രമിന്റെ കണ്ണിൽ പെട്ടു കഴിഞ്ഞു. ശ്യാമേ, ശ്യാമെന്താ ആലോചിക്കുന്നത്? ശ്യാം എന്നൊന്ന് സഹായിക്കണം. ശ്യാമിന്റെ ക്ലാസ്മേറ്റ് സുഹൃത്തായിരുന്നല്ലോ വർഷ. ശ്യാമിനെ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോ വർഷ തിരിച്ചറിയാൻ പറ്റും. അത് എനിക്ക് ഈ കാര്യത്തില് ശ്യാമിനോടല്ലാതെ മറ്റാരോടും സഹായം ചോദിക്കാൻ പറ്റില്ല. ശ്യാം, പ്ലീസ്. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ വിക്രമിന് ചെയ്തു തരാം. മതി, അത് മതി. കുടിക്കാം. ഇതൊരു നല്ല വാർത്തയാടോ. ഇതെന്നെ അറിയിച്ചതിന് തന്നെ ഞാൻ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കേ. എന്താണ് ഇത്ര ചിരിക്കാൻ? അതെ, മാധവനുമായിട്ടുള്ള കേസിൽ നമ്മുടെ മനോജും പ്രകാശും തോറ്റു തുന്നം പാടിയിരിക്കുന്നു. മാധവന് നഷ്ടപരിഹാരമായി പ്രകാശ് 18 ലക്ഷം രൂപയും മനോജ് 25 ലക്ഷം രൂപയും കൊടുക്കാൻ വേണ്ടി വിധി വന്നിരിക്കുന്നു. അതങ്ങനെ വരാൻ പാടുള്ളൂന്ന് ഞാൻ ആറ്റുകാലമ്മച്ചിക്ക് പൊങ്കാല നേർന്നിരുന്നു. അത് നടന്നു കിട്ടി. മനോജ് 25 ലക്ഷം രൂപ കെട്ടിവെക്കണമെങ്കിൽ നമുക്ക് വലിയ ധനനഷ്ടം ഉണ്ടാവില്ലേ? എന്നിട്ടും നീ ഇത് ചിരിക്കുന്നോ? അതെ, കുറുപ്പിന് ഒരു ഘട്ടത്തിലും നഷ്ടമുണ്ടാകില്ല ചേച്ചി. മാനത്തെ കൊട്ടാരം